ഹലോ, ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു പത്രമാണ്. പത്ര മീൻസ് ഏക് ലെറ്റർ, ഒരു ചിঠিയാണ്. മേരെ ബച്ചോ കോ സിഖായേ, അബ്രഹാം ലിങ്കൻ. ഓക്കെ, നമുക്ക് ഈ ലെറ്ററിലോട്ട് കിടക്കാം. ഇത് ഒരു ലെറ്റർ ആണ്, നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാന്നാണ്. 15 മാർച്ച് 1816 എഴുതിയ ലെറ്റർ ആണ്. പ്രിയ ഗുരുജി, റെസ്പെക്റ്റഡ് സർ, മാഡം അല്ലെങ്കിൽ ടീച്ചർ എന്ത് വേണമെങ്കിൽ പറയും. ഗുരുജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചർ. सभी व्यक्ति न्यायप्रिय नहीं होते और ना ही सब सच बोलते हैं. എല്ലാ മനുഷ്യരും ന്യായം അല്ലെങ്കിൽ നല്ല കാര്യം ഇഷ്ടമുള്ളവരും സത്യം പറയണവരാവണമെന്ന് ഇല്ല. യാ തോ മേരാ ബച്ച കബീ ന കബീ സീഖ് ഹി ലേഗാ. ഇത് എന്റെ കൊച്ചു എന്തെങ്കിലും പഠിക്കും. पर उसे यह अवश्य सिखाए पर उसे यह अवश्य सिखाए. പക്ഷേ അവൻ ഇത് പഠിപ്പിച്ചു കൊടുക്കണം कि अगर दुनिया में बदमाश लोग होते हैं तो अच्छे नेक इंसान भी होते हैं. ലോകത്ത് പൊട്ട മനുഷ്യരുണ്ടെങ്കിൽ നല്ല മനുഷ്യരുണ്ട്. अगर स्वार्थी राजनीतिज्ञ है तो जनता के हित में काम करने वाला देश प्रेमी भी है. അഥവാ ഒരു കാശിന് അത്യാഗ്രഹമുള്ള കുറെ രാജനീതിജ്ഞ എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ടെങ്കിൽ ജനതാ കെ ഹിത്മേ, നമ്മുടെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് പണിയുന്ന കുറെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട്, ദേശപ്രേമികളുണ്ട്, ദേശത്തോട് ഇഷ്ടമുള്ളവരെ കുറെ ആൾക്കാരുണ്ട്. ഉസെ യഹ ബി സിഖായ കി അഗർ ദുഷ്മൻ ഹോത്തെ ഹെ തോ ദോസ്ത് ഭി ഹോത്തെ ഹെ. ഉസെ യഹ ബി സിഖായ, അപ്പൊ അവനെ ഇതും പഠിപ്പിച്ചു. ദുഷ്മൻ ഉണ്ടെങ്കിൽ ദോസ്തും ഉണ്ട്, മീൻസ് നമ്മുടെ ശത്രു ഉണ്ടെങ്കിൽ മിത്രമുണ്ട്. മുझे पता है कि इसमें समय लगेगा, मुझे पता है, എനിക്കറിയാം ഇതിനകത്ത് സമയം പിടിക്കുന്നു. परंतु हो सके तो उसे यह जरूर सिखाए कि मेहनत से कमाया एक पैसा भी हराम से मिली നോട്ടോം की गड्डी से कहीं अधिक मूल्यवान होती है. उसे यह भी सिखाए, അവനെ ഇതും കൂടി പഠിപ്പിച്ചേക്കണം, അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന 1 രൂപയാണെങ്കിലും അതിന് കോടികൾ കാശുണ്ടാക്കുന്ന കാശിനേക്കാൾ വില ഉണ്ടെന്ന് അവന് അതും കൂടിയും പറഞ്ഞു കൊടുക്കണം എന്ന് പറയും. ഉസെ ഹാർന സിഖായെ और जीत में खुशी होना भी सिखाए. അവനെ തോൽക്കാനും പഠിപ്പിക്കണം, ജയിക്കുമ്പോൾ സന്തോഷിക്കാനും പഠിപ്പിക്കണം. हो सके तो उसे राग द्वेष से दूर रखे और उसे अपनी मुसीबतों को हंसकर टालना सिखाए. അപ്പോ उसे राग द्वेष से दूर रखे एंड उसे अपनी मुसीबतों को हंसकर टालना सिखाए. അപ്പോ ഇവന് എന്താ പറയുന്നേ, നമ്മുടെ മുസീബത്തുകൾ വരുമ്പോ, നമുക്ക് കഷ്ടപ്പാട് വരുമ്പോ അത് ചിരിച്ചുകൊണ്ട് അത് ഓക്കെ ഓക്കെ സാരമില്ല, ഇന്ന് കഷ്ടപ്പാടുണ്ടെങ്കിൽ നാളെ സന്തോഷം ഉണ്ടെന്ന അർത്ഥത്തിലും അവനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന്. വഹ് ജൽദി ഹി യഹ് സബ് സീഖെ കി ബദ്മാഷോ കെ ആസാനി സെ കാബൂ മേ കിയാ ജാ സക്താ ഹൈ. അവന് പെട്ടെന്ന് അവൻ ഇത് പഠിച്ചെടുക്കണം കി നമ്മളെ പൊട്ട ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിലാക്കാം. ബദ്മാഷോ കോ ആസാനി സെ കാബൂ മേ കിയാ ജാ സക്താ ഹൈ. കള്ളന്മാരോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യണവരൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പം അത് തെറ്റാണ്, നല്ല നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്യണം. അഗർ സംഭവ് ഹോ തോ, പറ്റുമെങ്കിൽ ഉസെ കിതാബോ കെ മൻമോഹിക് ദുനിയാമേ അവശ്യ ലേ ജായേ. അവനെ ബുക്സിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ. സാത്ത് സാത്ത് ഉസെ പ്രകൃതി की सुंदरता, नीले आसमान में उड़ते आजाद पंछी, सुनहरी धूप में गुनगुनाती मधुमक्खियां और पहाड़ के ढलानों पर खिलखिलाते जंगली फूलों की हंसी को भी निहारने दें. ओके, അപ്പൊ സാത്ത് സാത്ത് ഉസെ, കൂടെ അതിന്റെ കൂടെ ഈ ബുക്സിന്റെ ലോകത്തേക്ക് കൊണ്ടുപോവുക, ബുക്സ് റീഡ് ചെയ്യിപ്പിക്കുക, ബുക്സിനെ പറ്റി അറിയിക്കുക, പ്രകൃതിക സുന്ദര, ബ്യൂട്ടി ഓഫ് നേച്ചറിനെ പറ്റി പഠിപ്പിക്കുക, നീല ആകാശത്ത് ഫ്രീ ആയിട്ട് പാറി പറന്ന് നടക്കുന്ന പക്ഷികളെ പറ്റി പഠിപ്പിക്കണം, നല്ല നല്ല വെയിലത്ത് ഈ എന്താ പറയുന്നേ പൂമ്പാറ്റയും മധുമക്ഷിയും ബീയൊക്കെ അങ്ങനെ പാട്ട് പാടി ഇങ്ങനെ മൂളിപ്പാട്ട് പാടില്ലേ, അതെല്ലാം കാണിച്ചു കൊടുക്കണം, അതെല്ലാം പഠിക്കണം. പഹാടോ കെ ढलानों की खिलखिलाती जंगली फूलों की हंसी, പഹാഡ് കെ ढलानों पर. അപ്പൊ ഈ അപ്പുറത്തെ 2 സൈഡിലും ഈ മൗണ്ടെയിൻസ് ഉണ്ടാവുമ്പോ അതിന്റെ ഒക്കെ സൈഡിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കള് കോഭി നിഹാർനെ ദേ. അപ്പൊ അതെല്ലാം അവന് ആസ്വദിക്കാൻ കൊടുക്കണം. സ്കൂൾ में उसे सिखाए कि नकल करके पास होने से फेल होना बेहतर है. സ്കൂളിൽ അവനെ പഠിപ്പിച്ചു കൊടുക്കണം कि നക്കൽ करने से, ചീറ്റിംഗ് ചെയ്യണേറ്റ് പാസ് ആവണേക്കാൾ നല്ലത് ഫെയിൽ ആവുകയാണ്. ഒരു കുഴപ്പമില്ല ഫെയിൽ ആയി, പക്ഷെ ഒരിക്കലും ചീറ്റിംഗ് ചെയ്യരുതെന്ന്. चाहे सभी लोग उसे गलत कहे परंतु वह अपने विचारों में पक्का विश्वास रखे. ആരെന്ത് അവനെ തെറ്റാന്ന് പറഞ്ഞാലും അവൻ അവന്റെ മേലിൽ, അവന്റെ കാര്യങ്ങളെ മേൽ, അവന്റെ ഉദ്ദേശത്തെ മേൽ അവന് ഒരു വിശ്വാസം വേണം. അൻപർ അടിഗ് രഹേ ഓർ ഉൻപർ അടിഗ് രഹേ. ഉൻപർ അടിഗ് രഹേ എന്ന് പറയുമ്പോ
അവന്റെ കാര്യം എനിക്കിത് ചെയ്യണം, ഞാനിത് ശരിയായിട്ടാ ചെയ്യുന്നത്, ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവന് അതുമേ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിക്കണം എന്നാ പറയുന്നത്. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും ഇരിക്കരുത്. വह भले लोगों के साथ नेक व्यवहार करे और बदमाशों के साथ करारा सबक सिखाए. वह भले लोगों के साथ नेक व्यवहार करे. वह भले എന്ന് പറയുമ്പോൾ നല്ല ആൾക്കാരുടെ കൂടെ അവൻ നല്ല സ്വഭാവം ചെയ്യണം. ബദ്മാഷോ കെ സാത്ത് അതേപോലെ അവരെ പോലെ ബിഹേവ് ചെയ്യും. നല്ല ആൾക്കാരുടെ കൂടെ നല്ല പേര് ബിഹേവ് ചെയ്താലും കുഴപ്പമില്ല. ബദ്മാഷ് ആൾക്കാരുടെ കൂടെ അതേപോലെ സ്ട്രിക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം. जब लोग भेड़ों की तरह एक रास्ते पर चल रहे हो तो उसमें भीड़ से अलग होकर अपना रास्ता बनाने की हिम्मत हो. जब लोग भेड़ों की तरह, ഇപ്പൊ കുറെ ആൾക്കാർ ഒരു കൂട്ടായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഒറ്റയ്ക്ക് നടക്കാനുള്ള ധൈര്യം വരണം എന്ന് പറയണം. അലഗ് ഹോക്കർ അപ്ന റസ്ത ബനാനേക്ക് ഹിമ്മത്ത് റഖ്നാ ചെയ്യേ. ഞാൻ ഒരു 10 പേര് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു ചെയ്യുന്നതല്ല, വേറെ ആയിട്ട് പ്രത്യേക ഒറ്റയ്ക്ക് നടന്ന് ജയിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം എന്നാ പറയുന്നത്. ഉസേ സിഖായിക്ക് ഹരേക്ക് ബാത്കോ ധൈര്യപൂർവക് സുനെ. എല്ലാവരെയും നന്നായിട്ട് കേൾക്കണം എന്നാ പറയണത്. എല്ലാവരെയും നന്നായിട്ട് നമ്മൾ നല്ലൊരു വി ഷുഡ് ബി എ ഗുഡ് ലിസ്ണർ എന്ന് പറയും. നമ്മളെപ്പോഴും ഒരു നല്ലൊരു ലിസ്ണർ ആയിരിക്കണം നമ്മൾ, സ്പീക്കറിനേക്കാൾ കൂടുതൽ. ഫിർ ഉസേ സത്യക്ക് കസോട്ടി പർ കസി. അത് കഴിഞ്ഞിട്ട് മുമ്പിലത്തെ ആളുടെ കാര്യം കേട്ടതിന് ശേഷം അതിനെ പറ്റി സംസാരിക്കുക, അതിനെ പറ്റി പറയാം. അതിന് മുമ്പ് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റും. ഓർ കേവൽ അച്ചായി കോഹി ഗ്രഹൺ കരുത്. അത് കഴിഞ്ഞ് ഈ എന്ത് കാര്യം കേട്ടാലും അതിന് നല്ലത് മാത്രം എടുക്കുക, പൊട്ടെടുക്കരുത്. അഗർ ഹോ സക്കേതോ ദുഃഖ് മേ ബി ഹസ്നേക്ക് സീഖ്. ദുഃഖത്തിലാണെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ ഒരു നല്ലൊരു മുഖമായിട്ടിരിക്കാനുള്ള ഇത് കൊടുക്കണം. പക്ഷെ സംജായക്ക് അഗർ റോണ ബി പടേ തോ ഉസ്മേ കോയി ശരം കി ബാത് നഹീ. അവൻ ഇതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കരയണേന് ഒരു കുഴപ്പമില്ല, ഇന്ന് കരയാണെങ്കിൽ നാണിക്കേണ്ട ഒരു ആവശ്യമില്ല. वह आलोचकों के नजरअंदाज करे और चाटुकारों से सावधान रहे. वह आलोचकों को नजरअंदाज, ഈ കുറെ പേര് ആലോചിച്ച കുറെ കാര്യങ്ങൾ പറയില്ലേ, അവരെന്താലോചിക്കും ഇവരെന്താലോചിക്കും, അവരെല്ലാം നമ്മൾ കണ്ണടയ്ക്കണം. നസർ എന്താസ് കരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടയ്ക്കണം. നമുക്ക് ഒരു ഇതും പാടില്ല. അവരെന്താലോചിക്കണം ഇവരെന്താലോചിക്കും, അല്ലെങ്കിൽ ചാട്ടൂക്കാരോ സാധാരണ, അല്ലെങ്കിൽ തല പറിക്കുന്ന ആൾക്കാര്, അവരോടൊക്കെ നമ്മള് നല്ല ദൂരം ഉണ്ടാവണം, നല്ല സാവധാനമായിട്ട് ഇരിക്കണം. നമ്മളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധ ഉണ്ടാവണം. വह अपने शरीर की ताकत के बलबूते पर भरपूर कमाई करे. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ല ഹെൽത്ത് ഉണ്ടാക്കിയിട്ട് നന്നായി കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കണം. പരന്തു അപ്നി ആത്മാ और अपने ईमान को कभी ना बिगड़े. പക്ഷെ നമ്മുടെ സ്വയം ആത്മാവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന്. उसमें शक्ति हो कि चिल्लाते भीड़ के सामने भी खड़ा होकर अपने सत्य के लिए जूझता रहे. അവന് എത്ര സത്യമാണെങ്കിൽ എത്ര തിരക്കുള്ള ഒരു സമ്മേളനം വന്നാലും എവിടെ വന്നാലും നിന്നിട്ട് സത്യം പറയാനുള്ള കരുത്ത് വേണം. അതേപോലെ സ്ട്രോങ് ആക്കണം എന്ന് പറയണം. आप उसे तसल्ली से सिखाए परंतु बहुत लाड़ प्यार से उसे बिगाड़े नहीं. आप उसे तसल्ली से सिखाए. നിങ്ങൾ സമാധാനപ്പെട്ട് അവനെ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. പക്ഷെ കൂടുതൽ സ്നേഹിച്ചിട്ട് ലാഡ് പ്യാർ എന്ന് പറയുമ്പോൾ കുറെ ലാളിച്ചിട്ട് നശിപ്പിക്കരുത് എന്ന് പിള്ളേരെ. നമ്മൾ സ്നേഹിക്കണം, നമ്മൾ എല്ലാം പറഞ്ഞു കൊടുക്കണം, നമ്മൾ നല്ലതായിട്ട് സംസാരിക്കണം. പക്ഷെ കൂടുതൽ തലേമേ കയറ്റരുതെന്ന് പറഞ്ഞ. ഉസേ ഹമേശ ऐसा सीख दे कि मानव जाति पर उसकी असीम श्रद्धा बनी रहे. നല്ല ഒരു സീഖ് കൊടുക്കണം, നല്ലൊരു ലെസൺ കൊടുക്കണം. മനുഷ്യ ലോകത്തെ റെസ്പെക്ട് ചെയ്യുക, അവരെ പറ്റി കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് റെസ്പെക്ട് ഉണ്ടാവണം. അങ്ങനെയൊക്കെ അവനെ പഠിപ്പിക്കണം. मैंने अपने पत्र में बहुत कुछ लिखा है, देखिए इसमें से क्या करना संभव है. ഈ ഞാൻ എന്റെ ഈ ലെറ്ററിനകത്ത് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് നോക്കാം നമുക്ക്. ഇസ്മേസെ ക്യാ കർണ സംഭവം, ഏത് പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറയും. നല്ലൊരു ലേഖായിരുന്നു, നല്ലൊരു പത്രമായിരുന്നു അബ്രഹാം ലിങ്കന്റെ സഫൽ ജീവൻ വിഷയ पर लघु लेख लिखे. ഇതെല്ലാം होमवर्क ആണ്. विषय का विश्लेषण करिए. प्रस्तुतिकरण में क्रमबद्धता है, उचित भाषा का प्रयोग किया है. आपको This was a nice chapter. अब्राहम लिंकन का जन्म 12 फरवरी 1809 को हुआ था. आपके पिता थॉमस लिंकन और माता नैन्सी हॉट्स थे. दोनों गरीब और अनपढ़ थे. രണ്ടുപേരും പാവപ്പെട്ടവരായിരുന്നു, പഠിപ്പും ഇവരെല്ലാത്ത ആൾക്കാരായിരുന്നു. സ്വയം പഠിക്കാർ 1837 में अब्राहम लिंकन वकील बने. സ്വന്തം പഠിച്ചുണ്ടാക്കിയിട്ട് 1837 अब्राहम लिंकन वकील आए थे. 1860 में आप अमेरिका के 16वें राष्ट्रपति के रूप में चुने गए.
16th राष्ट्रपतियाയിട്ട് 1816 अब्राहम लिंकन ने തെരഞ്ഞെടുത്തു. आपने यह पत्र अपने पुत्र के शिक्षक को लिखा था, जो एक ऐतिहासिक दस्तावेज है. ഇത് മോന്റെ ഒരു ടീച്ചറിന് എഴുതിയൊരു പത്രമായിരുന്നു. സോ ദ ലെസൺ വാസ് വെരി ബ്യൂട്ടിഫുൾ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു. നല്ല പത്രമായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് കമന്റ് and like my channel.